മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMയിൽ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കേവലം ഒരു ആഭ്യന്തര തർക്കം എന്നതിനെല്ലാം അപ്പുറം കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുകയാണ്. അധികാരത്തിന്റെ ഗർവും മാനുഷിക മൂല്യങ്ങളുടെ തകർച്ചയും എങ്ങനെ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നു എന്നുള്ള നേർചിത്രമാണ് സംഘടനയുടെ ആസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്ന ഓരോ വാർത്തകളും. ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരായ അതുല്യ ഉന്നയിച്ച കടുത്ത മൊഴിയിൽ അല്ലെങ്കിൽ ആ തൊഴിൽ പീഡന പരാതിയും അതുപോലെ അതിന് പിന്നിലെ മുൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും ഈ സംഘടനയുടെ അഴുകിയ മുഖമാണ് അല്ലെങ്കിൽ ജീർണിച്ച മുഖമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേരളമേറെ ബഹുമാനിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയ്ക്കുള്ളിൽ ഇത്രത്തോളം നീചമായ ഗൂഢാലോചനകളും വ്യക്തിഹത്യകളും നടക്കുന്നു എന്നത് വിശ്വസിക്കാൻ പ്രയാസകരം കൂടിയാണ്. അതുല്യ എന്ന യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരാതിയിലൂടെ പുറത്തു വരുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ക്രൂരതകൾ കൂടിയാണ്. സംഘടനയുടെ ട്രഷറർ ഉണ്ണി ശിവപാൽ എന്ന വ്യക്തി തൻ്റെ പദവിയെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നത് ഏതൊരു തൊഴിലന്വേഷകരെയും ഭയപ്പെടുത്തുന്നത് കൂടിയാണ്. ജോലിയിൽ പ്രവേശിച്ച് 2-ാം ദിവസം മുതൽ ആരംഭിച്ച ഈ മാനസിക പീഡനങ്ങൾ ഒരു ജീവനക്കാരി എന്ന നിലയിൽ അവരുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്നത് കൂടിയായിരുന്നു. ഓഫീസിലെ ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ട ശേഷം അവിടെയുള്ള ശൗചാലയങ്ങൾ വൃത്തിയാക്കാൻ ഒരു ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരെ നിർബന്ധിച്ചു എന്നത് അധികാര ഗർവിൻ്റെ അങ്ങേയറ്റം കൂടിയാണ്. ഇതൊന്നും കൂടാതെ ചായ ഇടിപ്പിക്കാനും അതുപോലെ തന്നെ ബാത്റൂം വരെ ക്ലീൻ ചെയ്യിപ്പിക്കാനും വരെ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് പോലും പറയുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. തൻ്റെ ഔദ്യോഗിക പദവി മറന്ന് ജീവനക്കാരെ അടിമകളെപ്പോലെ കാണുന്ന മനോഭാവമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഇത് കേവലം ഒരു ജോലിഭാരമല്ല, മറിച്ച് ഒരാളുടെ അന്തസ്സിനെ ചവിട്ടി മെതിക്കാനുള്ള ബോധപൂർവമായ ശ്രമം കൂടിയാണ്. ജോലി സമയത്തിന് ശേഷവും തുടരുന്ന പീഡനങ്ങളാണ് ഈ പരാതിയിലെ ഏറ്റവും ഭീകരമായ പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത്. 5 മണിക്ക് അവസാനിക്കേണ്ട ഡ്യൂട്ടി കഴിഞ്ഞാലും രാത്രി വൈകുവോളം അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഓഫീസിലിരുത്തുന്നതും ട്രഷറുടെ വിനോദം കൂടിയായിരുന്നു. ഇത് വെറും ഒരു ജോലി സമ്മർദ്ദം മാത്രമല്ല, മറിച്ച് ബോധപൂർവമായ ഉപദ്രവം കൂടിയായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. രാത്രി 9 മണിക്ക് മുതൽ അല്ലെങ്കിൽ രാത്രി 9 മണിക്ക് ശേഷം മുതൽ പുലർച്ചെ വരെ നീളുന്ന വാട്സപ്പ് സന്ദേശങ്ങളും അതുപോലെ തന്നെ ഫോൺ വിളികളും ആ പെൺകുട്ടിയുടെ സ്വകാര്യ ജീവിതത്തെ പോലും സമാധാനത്തെയും പൂർണ്ണമായും തകർക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത തരം താഴ്ന്ന പെരുമാറ്റം കൂടിയാണിത്. തനിക്ക് മാനസികമായ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനും ഓഫീസിലെ സാമ്പത്തിക പിഴവുകൾ തൻ്റെ തലയിൽ കെട്ടിവെക്കാനും ഉണ്ണി ശിവപാൽ ശ്രമിച്ചു വന്ന അതുല്യയുടെ വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഗൗരവകരം കൂടിയാണ്. ഈ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ വിരച്ചുണ്ടപ്പെട്ടത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ്റെ നേരെയാണ്. കാരണം താൻ നേരിടുന്ന ദുരനുഭവങ്ങൾ കണ്ണീരോടെ അറിയിച്ച അതുല്യയോട് അവർ സ്വീകരിച്ച നീചമായ നിലപാട് അവിശ്വസനീയം കൂടിയാണ്. ഉണ്ണിക്ക് വലിയ ഒറ്റപ്പെടലുണ്ട്. അതിനാൽ നീ പുള്ളിയെ എപ്പോഴും ഹാപ്പിയായി നിർത്തണം, കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന കുക്കുവിൻ്റെ ഈ ഉപദേശം ഒരു സ്ത്രീക്ക് നേരെ നടക്കുന്ന പീഡനത്തെ മറ്റൊരു സ്ത്രീ തന്നെ ന്യായീകരിക്കുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. പീഡനത്തിനിരയായവളെ സംരക്ഷിക്കുന്നതിന് പകരം അവിടെ പീഡിപ്പിക്കുന്നതിൻ്റെ ഒറ്റപ്പെടലിനെ കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു ജനറൽ സെക്രട്ടറി സംഘടനയ്ക്ക് തന്നെ അപമാനകരം കൂടിയാണ്. ഈ വിവരങ്ങൾ പ്രസിഡന്റ് ശ്വേതാ മേനോനോട് പറയരുതെന്നവർ ഭീഷണിപ്പെടുത്തിയത് കുറ്റകൃത്യത്തെ മറച്ചു വെക്കാനുള്ള ബോധപൂർവമായ നീക്കം കൂടിയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അന്ന് അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുടങ്ങാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് എല്ലാം ഡിലേ ആയിരുന്നു. പിന്നെ ലഞ്ച് ബ്രേക്ക് എല്ലാം വന്നപ്പോൾ കുറെ ലേറ്റായി. അപ്പൊ നമ്മൾ ഇന്ന് 3 തീരുമാനങ്ങളാണ് എടുത്തുനിന്ന്. ഒന്ന്, നമ്മളുടെ അമ്മേന്ന് പോയ സ്റ്റാഫ് അതുല്യന്റെ ടെർമിനേഷൻ നമ്മൾ റിവോക്ക് ചെയ്തു. അത് ഫസ്റ്റ്. 2-ാമത്തെ കാര്യം, നമ്മുടെ ട്രഷറർ ഉണ്ണീനെ നമ്മൾ ലീവിലേക്ക് പോകാനുള്ള ജനറൽ ബോഡി വരയ്ക്കും ഉള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3-ാമത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഫെബ്രുവരി 21-ാം തീയതി അൻസിബ ഹസൻ നമുക്ക് റെസിഗ്നേഷൻ ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ EC-യിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ 3 മെയിൻ ഇതുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ഡീറ്റെയിൽ ആയ ചർച്ചകളായിരുന്നു. സോ താങ്ക് യു, നിങ്ങളെല്ലാവരും ഇത്ര നേരം വരെ വെയിറ്റ് ചെയ്തതിന്. ആൻഡ് സോറി ഫോർ എവറിത്തിങ് ആൻഡ് താങ്ക് യു സോ മച്ച്. അല്ല, ICC ഉണ്ട്, അതിന്റെ മീറ്റിംഗ്സിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്. ബിക്കോസ് ഫിലിം ചേംബേഴ്സിന്റെ കീഴിൽ വരുന്ന എല്ലാം ഭാരവാഹിത്വം അല്ലാതെ എല്ലാം എന്താ പറയുക ബ്രാഞ്ചസിൽ ICC ഉണ്ട്. അത് നിർബന്ധമാണ്, സർക്കാർ നിയമിച്ച ഒരു കാര്യമാണ്. അപ്പം നമുക്ക് അത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ചർച്ച നടന്നു. അതിന്റെ കാര്യത്തിലാണ് നമ്മൾ ടെർമിനേഷൻ റിവോക്ക് ചെയ്തത്. അല്ല, ഉണ്ണീനെ മാത്രം ലീവിൽ എടുക്കുന്നത് ബിക്കോസ് അത് അതുല്യന്റെ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ഡീറ്റെയിലിൽ നമ്മൾ പോകുന്നില്ല, ബിക്കോസ് അത് അമ്മയുടെ ഉള്ളിലത്തെ കാര്യമാണ്. സോറി, അതെന്താണുള്ളത് അമ്മയുടെ ഉള്ളിൽ. നമുക്ക് അത് നിങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ റെസ്പെക്ട് ചെയ്യാണ്. അതുകൊണ്ട് നമ്മൾ നേരെ 3 കാര്യം മാത്രം ഒരു ക്രക്സ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പരാതിയല്ല, വിഷമങ്ങളാണ്. അത് നമ്മൾ
പരിഗണിച്ചു. ഉണ്ടല്ലോ നമ്മുടെ ഫിലിം ചേംബേഴ്സിലെ എല്ലാ മീറ്റിംഗിലും അമ്മേന്ന് പോയിട്ടുണ്ടല്ലോ ആൾക്കാര്. ഈ പരാതിക്കാരെ ഇതിനു മുമ്പും പരാതി പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് ഈസി മീറ്റിംഗിലാണ്, നമ്മുടെ ബൈലോ പ്രകാരം ഈസി ആണ് നമ്മളുടെ എല്ലാം. അതിക്ക് മുകളിലുള്ളത് നമ്മുടെ ജനറൽ ബോഡിയാണ്. അപ്പോൾ നമ്മുടെ ഇസിന്റെ മീറ്റിംഗ് ബിക്കോസ് ഓഫ് ഇലക്ഷൻ അങ്ങനെ നമ്മുടെ ഇപ്പോൾ കുടുംബസംഗമം ഫെബ്രുവരി 14 കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മുടെ ഇസി നടന്നത്. അതിൻ്റെതായ ഒരു ഡിലേ വന്നിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് 2-2.5 മാസത്തിന്റെ ഒരു ഡിലേ വന്നുകൊണ്ടാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു കംപ്ലൈന്റ് ഇത്ര അല്ല 26 അല്ല 6-ആം തീയതിയാണ് ആദ്യത്തെ കംപ്ലൈന്റ് കിട്ടിയത്. അത് കംപ്ലൈന്റ് ആയിട്ടല്ല, അതൊരു വിഷമം ഉള്ള രീതിയിലാണ് ഒരു ലെറ്റർ തന്നത്. അത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഇസി മീറ്റിംഗിൽ നമുക്ക് പരിഗണിക്കാം. ആ മീറ്റിംഗ് ആണ് ഇന്ന് നടന്നത്. അപ്പോൾ അതിനായി എല്ലാം നമ്മൾ രണ്ട് പാർട്ടീൻ്റെയും നമുക്ക് കേട്ടേ പറ്റൂ. അപ്പോഴാണ് നമുക്ക് തീരുമാനിക്കുക. അല്ലാതെ യൂഷ്വലി നമ്മുടെ ബൈലോ പ്രകാരം ഡിസിപ്ലിനറി കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ ഡിലേ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത് എപ്പോഴും അങ്ങനെയല്ല, എന്തായാലും ആ ഒരു റിപ്പോർട്ട് ഇസിയിൽ വന്നേ പറ്റൂ. അപ്പോൾ ഇന്ന് ഒരു ചേഞ്ചിന് ഡിസിപ്ലിനറി കമ്മിറ്റി ആയിട്ട് നമ്മൾ ഇസി ടേൺ ആയി. ആൻഡ് ഇതാണ് നമ്മൾ തീരുമാനിച്ചത്. കുക്കുന്റെ കാര്യം ഇതില്ല. അത് ഉണ്ണീന്റെ പ്രശ്നം ഉണ്ണിയും അതുല്യന്റെ ഇടയിലായിരുന്നു. ആൻഡ് ബാക്കി നമ്മുടെ കോടതി ജനറൽ ബോഡിയാണ് അത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റീസൺ ആണ് അവൾ തന്നത്. സാധാ സിമ്പിൾ ഫെബ്രുവരി 21-ാം തീയതിയാണ് അവൾക്ക് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, വരാൻ പറ്റില്ല. അപ്പോൾ ഒരു പേഴ്സണൽ ബിക്കോസ് ഇതൊരു വോളണ്ടറി ജോബാണ്. ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്കൊരു എന്താ പറയുക ഫുൾ ടൈം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ കുട്ടിക്ക് എന്തായാലും അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സാഡായിട്ട് ഇന്നാണ് നമ്മുടെ ഇസി വന്നത്. അപ്പോൾ അത് നമ്മൾ ആ കുട്ടീനെ വിളിച്ചു ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൈയടിച്ച് പാസ്. അല്ല ഹൈദർക്ക അതൊക്കെ എല്ലാം അറിയാലോ. നമ്മുടെ അമ്മേന്റെ ഒരു ബൈലോ പ്രകാരം നമുക്ക് ഇത്രയും മാത്രമേ പറയാൻ പാടുള്ളൂ. ബിക്കോസ് ഇത് അമ്മയുടെ ഉള്ളിലത്തെ കാര്യമാണ്. അമ്മയുടെ മെയിൻ കോടതി ജനറൽ ബോഡിയാണ്. അതിൽ നമ്മുടെ മെമ്പേഴ്സ് എന്ത് ചോദിക്കുന്നു അതിന്റെ ഉത്തരം കൊടുക്കാനുള്ള നമ്മളെല്ലാവരും ബാധ്യസ്ഥരായ 17 ആൾക്കാരാണ്. എല്ലാ മീറ്റിംഗ്സും സീരിയസ് തന്നെയാണ്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി ഒരു സീരിയസ് ആയ രീതിയിൽ ബിക്കോസ് നമ്മൾ എനിക്ക് തോന്നുന്നു ഇത്ര ലേറ്റായ ഒരു മീറ്റിംഗ് ഇന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നടന്നത്. സോ വി വർ വെരി വെരി സീരിയസ് അബൌട്ട് എവറിത്തിങ്. സെക്യൂരിറ്റി ജീവനക്കാർ ഇപ്പോഴും നമ്മളുടെ സ്റ്റാഫാണ്. അവരുടെ പെരുമാറ്റമൊക്കെ യുദ്ധത്തിൽ മോശമാണെന്ന ലെവലിലൊക്കെ അവർ പൊതുവെ അതിന്റെ പറയുന്നുണ്ട്. ഈ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റ രീതിയിലേക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പരിഗണിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പറയും. സെക്യൂരിറ്റി വളരെ വിഷമത്തോടുകൂടിയാണ് ശ്വേതാമേനോൻ പ്രസിഡന്റിനെ വിശ്വസിച്ചാണ് കത്ത് തന്നിരുന്നത്. കുറെ ദിവസമായി കത്ത് തന്നിട്ട് പക്ഷെ പ്രസിഡന്റിനുള്ള വിശ്വാസമാണ് സെക്യൂരിറ്റി കാണിച്ചത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിട്ട് ഇംഗ്ലീഷ് അറിയാം, ആൾക്ക് തമിഴ് അറിയാം, മലയാളം അറിയാം, എല്ലാം അറിയാം, ആൾക്ക് എഴുതാൻ പട്ടാളക്കാരനായതുകൊണ്ട് മാത്രം അത്തരം ഒരു അനീതിക്ക് കൂട്ടി നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് ഗൗരവത്തോടു കൂടി തന്നെയല്ല പ്രസിഡന്റ് എന്ന നിലയിൽ കാണുന്നത്. അതെ, നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ സ്ത്രീകൾ തൽപ്പത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കൊരു മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാവരും ഇന്ന് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് വന്നത്. അത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ ജസ്റ്റ് നമ്മളൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടേയുള്ളൂ. ഒരാളോടും പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് ആദ്യമായിട്ട് അറിയുന്നത്. ഇതെല്ലാം അധികാര സ്ഥാനത്തിരിക്കുന്നവർ തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് അതുല്യെ പോലുള്ള സാധാരണ ജീവനക്കാരെ പോലും നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത്. അതുല്യെ പുറത്താക്കാൻ കൈക്കൊണ്ട തീരുമാനവും തികച്ചും ജനാധിപത്യ വിരുദ്ധം കൂടിയായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ പ്രസിഡന്റോ അറിയാതെ ഉണ്ണി ശിവപാലിന്റെ താല്പര്യപ്രകാരം കുക്കു പരമേശ്വരൻ ആ തീരുമാനം എടുക്കുകയായിരുന്നു. എന്നാൽ ഈ അനീതി ശ്രദ്ധയിൽപ്പെടുകയും അത് ശക്തമായി തിരുത്തുകയും ചെയ്ത പ്രസിഡന്റ് ശ്വേതാമേനോന്റെ നിലപാട് മാത്രമാണ് ഈ ഇരുട്ടിലെ ഏറ്റവും ചെറിയ വെളിച്ചമെന്ന് കൂടി പറയണം. സ്ത്രീകൾ നേതൃത്വത്തിലിരിക്കുന്ന സമിതിയിൽ മറ്റൊരു സ്ത്രീയോട് ഇത്തരത്തിൽ പെരുമാറുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞത് സംഘടനയ്ക്കുള്ളിലെ വിയോജിപ്പുകളുടെ ആഴം കൂടി വ്യക്തമാക്കുന്നതാണ്. ശ്വേതാമേനോന്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഈ അനീതികൾ ഇന്നും ആ 4 ചുവരുകൾക്കുള്ളിൽ മൂടി വയ്ക്കപ്പെടുകയായിരുന്നു. ഇതിനോട് അനുബന്ധിച്ച് ബാബുരാജ് നടത്തിയ വെളിപ്പെടുത്തൽ AMMയുടെ ഭരണപരമായ തകർച്ചയെ പൂർണ്ണമായും തുറന്നു കാട്ടുന്ന കൂടിയാണ്. സ്ത്രീകൾ ഭരിക്കട്ടെ എന്ന് കരുതി മുൻ ഭാരവാഹികൾ ഒഴിഞ്ഞുകൊടുത്ത കസേരകളിൽ ഇരിക്കുന്നത് സംഘടനയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടിയെ പുറത്താക്കാൻ വേണ്ടി അവിടുത്തെ സെക്യൂരിറ്റിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നടന്ന ഗൂഢാലോചന
സിനിമയെ വെല്ലുന്ന തിരക്കഥ കൂടിയാണ്. സെക്യൂരിറ്റിയെ സ്വാധീനിച്ച് ഷട്ടില്ലാത്ത ഫോട്ടോ ആവശ്യപ്പെടുകയും മാനേജറുമായി ബന്ധമുണ്ടെന്ന് പറയാൻ പ്രേരിപ്പിച്ചതും എത്രമാത്രം നീചമായ പ്രവൃത്തി കൂടിയാണ്. ഒരു സംഘടനയ്ക്കുള്ളിൽ ഇത്രയും ഹീനമായ വ്യക്തിഹത്യകൾ നടക്കുമ്പോൾ AMM എന്ന പേരിൻ്റെ പവിത്രത എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ബാബുരാജ് ഉയർത്തുന്നു. അല്ലെങ്കിൽ അമ്മ എന്ന പേരിലുള്ള എന്ത് പ്രസക്തിയാണുള്ളതെന്ന് കൂടി ബാബുരാജ് ചോദിക്കുന്നുണ്ട്. സാമ്പത്തിക ധൂർത്തും അതുപോലെ അവഗണനയുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. സംഘടനയുടെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം കറണ്ട് ബില്ല് 36,000 രൂപയിലേക്ക് ഉയർന്നത് എന്തിൻ്റെ സൂചനയാണ്? വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും ഓഫീസ് തുറന്നിടേണ്ട സാഹചര്യം എന്താണ്? 2 അംഗങ്ങൾ തമ്മിലുള്ള ചെറിയൊരു തർക്കം തീർക്കാൻ 95,000 രൂപ ചെലവാക്കി പഞ്ചനക്ഷത്ര ഹോട്ടൽ കമ്മിറ്റി നടത്തിയതും ആരുടെ പണം ഉപയോഗിച്ചാണ്? പാവപ്പെട്ട കലാകാരന്മാർക്ക് നൽകിയിരുന്ന കൈനീട്ടവും ചികിത്സാ സഹായവും മുടക്കി ഇത്തരം ആഡംബരങ്ങൾ കാട്ടുന്നത് അങ്ങേയറ്റം ക്രൂരം കൂടിയാണ്. രോഗബാധയെ കഴിഞ്ഞ ബീന കുമ്പളങ്ങിയെ പോലുള്ള മുതിർന്ന അംഗങ്ങൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കരുതെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു നേതൃത്വം എങ്ങനെയാണ് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്? മുമ്പ് മോഹൻലാലിനെ പോലുള്ളവർ ഭരിക്കുമ്പോൾ ഇത്തരം അവശരായ കലാകാരന്മാർക്ക് സഹായം എത്തിക്കാൻ കാണിച്ചിരുന്ന താല്പര്യം ഇന്ന് കാണാനില്ല എന്നുള്ളതും സംഘടനയുടെ നയപരമായ പാളിച്ച കൂടിയാണ്. ട്രഷറർ ഉണ്ണി ശിവപാൽ സംഘടനയുടെ മൊത്തം അധികാരം കൈപ്പടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണെന്നും പ്രസിഡന്റിന് പോലും ചായ നൽകരുതെന്ന് നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് അരാജകത്വം വളർന്നുവെന്നും ബാബുരാജ് വെളിപ്പെടുത്തുന്നു. ജോയിന്റ് സെക്രട്ടറിയായിരുന്ന അൻസിബ ഹസൻ രാജിവെച്ചതിന് പിന്നിലും ഇത്തരം അവഹേളനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വനിതാ ഭാരവാഹിയെ മറ്റൊരു നടനുമായി ചേർത്ത് അശ്ലീല ചുവയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ത് തരം സംസ്കാരമാണ്? ശബ്ദം റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന പുതിയ ക്യാമറകൾ ഓഫീസിൽ സ്ഥാപിച്ചത് ആരെ നിരീക്ഷിക്കാനാണ്? ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന വൻ ഗൂഢാലോചനകളിലേക്കാണ്. തൻ്റെ സഹപ്രവർത്തകർ പോലും അറിയാതെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഏകാധിപത്യ സ്വഭാവമാണ് ട്രഷററിൽ നിന്നും ഉണ്ടാകുന്നതെന്നുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നത് കൂടിയാണ്. സംഘടനയിലെ സാധാരണ അംഗങ്ങൾ ഇന്ന് കടുത്ത ആശങ്കയിലുമാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ടിനി ടോമോ, കൈലാഷോ ഒന്നും തന്നെ ഈ കാര്യങ്ങൾ അറിയുന്നില്ല എന്നതും ഭരണ സംവിധാനത്തിൻ്റെ പൂർണ്ണമായ തകർച്ചയാണ് കാണിക്കുന്നത്. പണ്ട് സംഘടനയുടെ ആസ്ഥാനം ഒരു വീട് പോലെയായിരുന്നുവെങ്കിൽ ഇന്നത് ഭീതിയുടെ നിഴലിലാണ്. വിഴുപ്പലക്കേണ്ട എന്ന് കരുതി മുൻ ഭാരവാഹികൾ ഇത്രയും കാലം മൗനം പാലിച്ചത് അവരുടെ ബലഹീനതയായി കണ്ടവർക്ക് തെറ്റുകയും ചെയ്തു. പാവപ്പെട്ട അംഗങ്ങളുടെ കണ്ണീരും ജീവനക്കാരുടെ വേദനയും സംഘടനയുടെ അന്തസ്സിനെ ബാധിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലെന്നാണ് ബാബുരാജ് പറയുന്നത്. വരാനിരിക്കുന്ന ജനറൽ ബോഡി യോഗം കേവലം ഒരു ചടങ്ങ് മാത്രമായിരിക്കില്ല, മറിച്ച് അഴിമതിക്കും പീഡനത്തിനുമെതിരെയുള്ള ശക്തമായ പ്രതിഷേധ വേദിയായി മാറുമെന്ന കാര്യവും ഉറപ്പ് തന്നെയാണ്. തങ്ങളുടെ സംഘടന എന്ന നിലയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രസ്ഥാനമാണ് AMM. അതിൻ്റെ ആസ്ഥാനത്ത് നിന്ന് കേൾക്കുന്ന ഓരോ അശ്ലീല വാർത്തകളും മലയാള സിനിമയുടെ അന്തസ്സിനെയാണ് കളങ്കപ്പെടുത്തുന്നത്. സ്വന്തം ജീവനക്കാർക്ക് സുരക്ഷിതമായൊരു തൊഴിലിടം ഒരുക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് കലാകാരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നത്? ഉണ്ണി ശിവപാലിനെ നിർബന്ധ അവധിയിൽ വിട്ടതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നുമില്ല. കുക്കു പരമേശ്വരനെ പോലെ പീഡനത്തിന് കുടപിടിച്ചവർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാവുകയും വേണം. ഒരു സംഘടനയെ അനാഥമാക്കാൻ അംഗങ്ങൾ അനുവദിക്കില്ല എന്നും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നും ബാബുരാജ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അനീതിക്കെതിരെ മൗനം പാലിക്കുന്നത് വലിയ അപകടമാണെന്നും എല്ലാം ജനറൽ ബോഡിയിൽ തുറന്നടിക്കുമെന്നും അദ്ദേഹം പറയുമ്പോൾ അതൊരു വലിയ വിഭാഗം അംഗങ്ങളുടെ വികാരം കൂടിയാണ്. സംഘടന ആരുടെയും തറവാട് സ്വത്തല്ലെന്നും അത് വരും തലമുറയ്ക്ക് കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും ഭാരവാഹികൾ ഓർക്കുകയും വേണം. ഈ വിവാദം എങ്ങോട്ട് തിരിയുമെന്ന് സിനിമാ ലോകം ഉറ്റുനോക്കുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അതുല്യയും അവരെ പിന്തുണയ്ക്കുന്നവരും. സുതാര്യമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ പുറത്താക്കി സംഘടനയുടെ പരിശുദ്ധി വീണ്ടെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ AMM എന്ന സംഘടന അല്ലെങ്കിൽ ആ ആശയത്തിന് സംഭവിക്കുന്ന തകർച്ചയ്ക്ക് ചരിത്രം മാപ്പ് നൽകില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. നിലനിൽപ്പിനായുള്ള ഈ പോരാട്ടത്തിൽ സത്യം ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.